ഹായ് ഗൈസ്, എൻ്റെ പേര് സ്മിതിയാണ്. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിൽ ഞാൻ ജനറലി മലയാളത്തിലുള്ള കോണ്ടന്റ് ചെയ്യുന്നത്, ഞാൻ ഇംഗ്ലീഷിലാണ് കോണ്ടന്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഒരു ഓണം മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ ഞാൻ ഓർത്ത് മലയാളത്തിൽ ചെയ്യാന്ന്. ഐ റിയലി ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കംപ്ലീറ്റ്ലി ഫണ്ണി ആയിരിക്കും, ബിക്കോസ് എനിക്ക് മലയാളം അത്ര നന്നായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യും. ഞാൻ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടച്ച് ആണ് മലയാളത്തിൽ, ജസ്റ്റ് ബിക്കോസ് എൻ്റെ വീട്ടിലിപ്പം ആരും മലയാളം സംസാരിക്കാറില്ല. ഞാൻ നാട്ടിലെ അമ്മ അച്ഛനോടൊക്കെ സംസാരിക്കുമ്പോൾ മാത്രമേ ഞാൻ മലയാളത്തിൽ സംസാരിക്കാറുള്ളൂ. പക്ഷെ ഐ റിയലി ഹോപ്പ് ദാറ്റ് യു ലൈക്ക് ഇറ്റ്. ഇഫ് യു ഡു, പ്ലീസ് ഡു ഗിവ് ഇറ്റ് എ thumbs up and do subscribe to my channel. പക്ഷെ without further ado, let's dive right into the video. Or should I say, before ഈ വീഡിയോ വേണ്ട, let's just dive right into the video. ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് ഫേസ് പ്രൈം ചെയ്യാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇന്ന് ബെനഫിറ്റ്സ് പ്രൊഫഷണൽ ആണ് എടുക്കുന്നത്. ഞാൻ എൻ്റെ ഫേസിന് നടുക്കാണ് പ്രൈം ചെയ്യാൻ പോകുന്നത്, ബിക്കോസ് അതാണ് എൻ്റെ പ്രോബ്ലമാറ്റിക് ഏരിയ, പ്രശ്നമുള്ള ഏരിയ. ഞാൻ വളരെ ചുരുക്കമാണ് സാരി ഉടുക്കാറുള്ളത്. അത് വലിയൊരു സ്പെഷ്യൽ ഒക്കേഷൻ ആയിരിക്കണം എനിക്ക് സാരി ഉടുക്കണമെങ്കിൽ. സോ ഞാൻ ഓർത്തു ഇന്ന് ഓണം ആയതുകൊണ്ട് എന്തായാലും സാരി ഉടുക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ സാരി ഉടുത്തുകൊണ്ടിരിക്കുന്നത്. ഫൗണ്ടേഷന് വേണ്ടി ഞാൻ എൻ്റെ വെറ്റ് ആൻഡ് വൈൽഡ് ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷൻ ആണ് എടുക്കുന്നത്. ഞാനൊരു ബഫിംഗ് ബ്രഷ് വെച്ച് ആ ഫൗണ്ടേഷൻ ഫേസിൽ ബഫ് ചെയ്യാൻ പോവാണ്. നോർമലി ഓണത്തിൽ എത്ര വെറൈറ്റി ഓഫ് ഭക്ഷണമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞങ്ങളിപ്പം US ലായതുകൊണ്ട്, അമ്മ എല്ലാം ഇന്ത്യയിലായതുകൊണ്ട് അത്രയും വെറൈറ്റി കാണത്തില്ല എൻ്റെ ഭക്ഷണത്തിന്. അതുകൊണ്ട് ഞാനൊരു 5-6 വെറൈറ്റി ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫാമിലിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ പിള്ളേർ അത്രയും ഓണമൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ അവരെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിള്ളേരെ എല്ലാ കൾച്ചറും ഫെസ്റ്റിവൽസും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ just to know all the festivals that are happening in India, especially because India ഒരു വലിയൊരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു കൺട്രി അല്ലേ. അപ്പം അതുകൊണ്ട് പിള്ളേർ അറിയണമെന്ന് ഒരാഗ്രഹം. പൗഡറിന് വേണ്ടി ഞാൻ എൻ്റെ മേബിലിൻസ് ഫിറ്റ് മീ പൗഡർ എടുക്കുവാണ്. അത് ഷെയ്ഡ് ലൈറ്റ് മീഡിയം എന്നാണ്. പൗഡർ വെച്ച് ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ സ്പോട്ട് കൺസീലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ NYX ഡാർക്ക് സർക്കിൾ കൺസീലർ എടുക്കാൻ പോവാണ്. ഇതിൻ്റെ ഷെയ്ഡ് മീഡിയം ആണ്. ഞാൻ ഈ കൺസീലർ വെച്ച് തന്നെയാണ് അണ്ടർ ഐസും ഓൺ ടോപ്പ് ഓഫ് ദി ലിഡും പ്രൈം ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ മലയാളം ഇച്ചിരം കൂടെ വൃത്തികേടായെന്നാണ് തോന്നുന്നത് ഞാൻ USA വന്ന ശേഷം. ജസ്റ്റ് ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് അത്രയും മലയാളം പറയാറില്ല. ഞാൻ മിക്കവാറും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, പിള്ളേരും മിക്കവാറും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പം ഹിന്ദി ഇംഗ്ലീഷാണ് മേജർലി എൻ്റെ വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ അമ്മയും അച്ഛനൊക്കെ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ജനറലി മലയാളത്തിൽ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് എത്ര വൃത്തികേടായെന്ന്, എത്ര ഓക്വേർഡായിട്ട് തോന്നുന്നുണ്ടെന്ന്. സോ പ്ലീസ് ഫർഗിവ് മീ, എനിക്കറിയാം. അപ്പോൾ ആ കൺസീലർ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സെയിം ട്രാൻസ്ലൂസൻ മേബിലിൻസ് ഫിറ്റ് മീ പൗഡർ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റ്ലി ഡസ്റ്റ് ചെയ്യുക. ഇനി കണ്ണിലേക്ക് പോകാം. ഐ ഷാഡോയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് Urban Decay's Born to Run പാലറ്റാണ് എടുക്കുന്നത്. ഏറ്റവും ആദ്യം വീക്കെൻഡർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് എടുക്കുക. അത് ലൈറ്റ്ലി ഡസ്റ്റ് അത് സ്ലൈറ്റ്ലി ബഫ് ചെയ്യുവാണ് ക്രീസിലേക്ക്. അത് എൻ്റെ സ്കിൻ ടോൺ തന്നെയാണ്, അതുകൊണ്ട് വലിയ കളറൊന്നും കാണൂല. നന്നായി മഴ പെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ഞാൻ റിഫ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് എടുക്കുക. അത് ഒരു മിഡ് ടോൺ ബ്രൗൺ കളറാണ്. അത് ഞാൻ എൻ്റെ ക്രീസിലേക്ക് വെക്കുക, ജസ്റ്റ് ടു ഗിവ് ഒരു ഇച്ചിരി ഡെപ്ത് ക്രീസിലേക്ക് കൊണ്ടുവരാൻ. എന്നിട്ട് ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ജനറലി സർക്കുലർ മോഷൻ
ഇങ്ങനെ വട്ടത്തിൽ ബ്രഷ് കറക്കിയിട്ടാണ് ബ്ലെൻഡ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ വിൻഡ്ഷീൽഡ് വൈപ്പർ മോഷൻ. എവിടെയാണ് ഏറ്റവും കൂടുതൽ കളർ വേണ്ടത് അവിടെ വേണം ഏറ്റവും ആദ്യം ബ്രഷ് പ്ലേസ് ചെയ്യാൻ. അപ്പം ഞാൻ സെൻറ്ററിലാണ് എപ്പോഴും ബ്രഷ് പ്ലേസ് ചെയ്യാറുള്ളത്, ജസ്റ്റ് ബിക്കോസ് എനിക്ക് സെൻറ്ററിലാണ് ഏറ്റവും കൂടുതൽ പിഗ്മെൻറ്റേഷൻ വേണ്ടത്. ഒത്തിരി ഹെവി ലുക്കൊന്നും അല്ല ഓണത്തിന് ചെയ്യാൻ പോകുന്നത്, അപ്പം സട്ടിലായിരിക്കും. ജനറലി ഞാനൊരു ഓണം ലുക്ക് ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു സട്ടിൽ ലുക്കാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്. കണ്ണിൻ്റെ ഔട്ടർ കോർണറിന് വേണ്ടി ഞാൻ ഷെയ്ഡ് പങ്ക് എടുക്കുവാണ്. അതൊരു ഡീപ്പർ ബ്രൗൺ ഷെയ്ഡാണ്. കുഞ്ഞിലെ തൊട്ട് എൻ്റെ മലയാളം അത്ര സ്ട്രോങ് ഒന്നും അല്ല. ഈവൻ ഇന്ത്യയിലായിരുന്നപ്പോഴും അമ്മയും അച്ഛനും ഇങ്ങനെ മലയാളം സംസാരിച്ച് കേട്ടാണ് എനിക്ക് മലയാളം മനസ്സിലാകാൻ തുടങ്ങിയത്. പിന്നെ എൻജിനീയറിങ് ഞാൻ കേരളയിലായിരുന്നു എൻ്റെ. അപ്പം കുറച്ച് നന്നായിട്ട് മലയാളം പറയാൻ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന്, സ്പെഷ്യലി ബിക്കോസ് വിപിന് മലയാളം അത്ര അറിയത്തില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് മിക്കവാറും സംസാരിക്കാറുള്ളത് ഇവിടെ. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടച്ച് ആണ് മലയാളം. അതുകൊണ്ട് ക്ഷമിക്കണം. ഒരു ജനറൽ ഒരു ഡെപ്ത് കണ്ണിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് അത് ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ പിന്നെയും ആ ഷെയ്ഡ് റിഫ് എടുക്കുവാണ്. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യുവാണ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദി ഐ. കണ്ണിന് നടുക്ക് ആ ഷെയ്ഡ് പ്ലേസ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്യുക. എപ്പോഴും ആൾക്കാർ എൻ്റെ മലയാളം കളിയാക്കാറുള്ളതാണ്. പക്ഷേ എൻ്റെ മലയാളം എൻ്റെ ഭർത്താവിനെക്കാട്ടിലും എന്തായാലും നല്ലതാണ്. വൺസ് ഇൻ എ വൈൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഞാൻ മലയാളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ വിൽ ബി ബാക്ക് ടു നോർമൽ. നോട്ട് നോർമൽ അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത്രയും മോശമായിട്ട് തോന്നൂല. ഇനിയും കണ്ണിൻ്റെ സെൻറ്ററിൽ എനിക്കൊരു ഇച്ചിരി ഷിമ്മർ വേണം. അതുകൊണ്ട് ഞാൻ ഈ പാലറ്റിൽ നിന്ന് ഞാൻ ഷെയ്ഡ് സ്മോഗ് എടുത്തിട്ട് അത് എൻ്റെ വിരൽ വെച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്യുവാണ് കണ്ണിലേക്ക്. കണ്ണിൻ്റെ ഉള്ളിലല്ല, ലിഡിലേക്ക്. ഇതൊരു ആൻറ്റീക്ക് ഗോൾഡ് ബ്രോൺസ് ഷെയ്ഡാണ്. അപ്പം അത് സ്പെഷ്യലി ഓണത്തിൻ്റെ സാരിയിൽ ലോട്ട് ഓഫ് ഗോൾഡ് ഉണ്ട്. അപ്പം അത് എടുത്തു വരും. അത് കോംപ്ലിമെൻ്ററി ആയിരിക്കും ടു ദ ഐ ലുക്ക്. വൺസ് അത് ബ്ലെൻഡ് ആയി കഴിയുമ്പോൾ സെയിം പാലറ്റിൽ ഞാൻ ഷെയ്ഡ് സ്ട്രാൻഡഡ് എടുക്കുവാണ്. അതൊരു ബ്യൂട്ടിഫുൾ ഗോൾഡ് കളറാണ്. അത് ഞാൻ ഇന്നർ കോർണർ ഓഫ് ദി ഐയും 1/3 ഓഫ് ദി ഐയുടെ മുകളിലാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതൊരു ഇച്ചിരി ലൈറ്റ്നെസ്സിന് വേണ്ടിയാണ് ഞാൻ ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ബിക്കോസ് അത് ഇച്ചിരിയും കൂടെ അവേക്ക് ആയിട്ട് തോന്നും, കണ്ണ് ഇച്ചിരിയും കൂടെ വലുതായിട്ട് തോന്നും. എനിക്ക് ആവശ്യത്തിന് കണ്ണിൻ്റെ മുകളിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അപ്പം അത്ര ആവശ്യമില്ല. പക്ഷേ ഇഫ് നിങ്ങളുടെ കണ്ണ് ഇച്ചിരി ചെറുതാണെങ്കിൽ ഈ ടെക്നീക്ക് ഉപയോഗിച്ച് നോക്ക്. ബിക്കോസ് അത് കണ്ണ് ഇച്ചിരിയും കൂടെ വലുതാക്കാൻ വേണ്ടി നല്ല ഹെൽപ്ഫുള്ളാണ്. ഇനി ലോവർ ലാഷ് ലൈനിന് വേണ്ടി ഞാൻ സെയിം ഷെയ്ഡ് റിഫ് എടുക്കുക. അത് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിൽ ബ്ലോ ഔട്ട് ചെയ്യുക. ഇനി ഐബ്രൗസ് ഒന്ന് ഫിൽ ചെയ്യാം. ഐബ്രൗസിന് വേണ്ടി ഞാൻ എൻ്റെ മേബിലിൻ ടോട്ടൽ ടെംപ്ടേഷൻ എടുക്കുവാണ്. ഇത് ഷെയ്ഡ് മീഡിയം ബ്രൗണിലാണ്. ഇനി സെയിം ഐബ്രോ പെൻസിലിൻ്റെ പുറകിൽ സ്പൂലി വെച്ചിട്ട് അതൊന്ന് കോംബ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് ഐബ്രോയിൽ ഇട്ടത് അത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആകാൻ വേണ്ടിയാണ് ഈ സ്പൂലി ഉപയോഗിക്കുന്നത്. കണ്ണിലേക്ക് പിന്നെ വരാം. ഇനി ബ്രോൺസ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഫിസിഷ്യൻസ് ഫോർമുല ബട്ടർ ബ്രോൺസർ എടുക്കുവാണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് ഡീപ്പ് ബ്രോൺസർ ആണ്. ആൻഡ് ഇത് ഞാൻ ജനറലി എൻ്റെ ഫേസിൻ്റെ ഔട്ടർ പോർഷനിൽ മാത്രം, പുറത്തെ പോർഷനിൽ മാത്രമാണ് ബ്രോൺസർ ഉപയോഗിക്കാൻ പോകുന്നത്. ഫേസിന് ഇച്ചിരി ഡിമെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ഔട്ടർ പോർഷൻ ഓഫ് ദി ഫേസിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്
നല്ലൊരു അബദ്ധമായിരുന്നു. ബ്രോൺസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബെക്ക ഷിമ്മറിങ് സ്കിൻ പെർഫെക്റ്റർ ലിക്വിഡ് എടുക്കുവാണ്. ആൻഡ് ഇത് ഷെയ്ഡ് ഓപ്പിളിലാണ്. ഞാൻ അത് എൻ്റെ ഹൈ പോയിന്റ് ഇത് ചീക്കിൽ മാത്രം ആണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫോർമുല സട്ടിൽ ഫോർമുല ആണ്, അതുകൊണ്ട് അത് കേക്കപ്പ് ഒന്നും ആകത്തില്ല പൗഡറിൻ്റെ മുകളിൽ ഉപയോഗിച്ചാൽ. അതുകൊണ്ടാണ് കൈ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ദ കയ്യിലെ ചൂട് കാരണം അതങ്ങ് ബ്ലെൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും, എളുപ്പമായിരിക്കും. ഓവറോൾ ഫേസിന് ഗ്ലോ വേണമെങ്കിൽ ഈ സെയിം പ്രോഡക്റ്റ് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തും കംപ്ലീറ്റ്ലി ഫുൾ ഫേസിൽ ഉപയോഗിക്കാവുന്നതാണ്. ബ്ലഷിന് വേണ്ടി ഞാൻ എൻ്റെ ലോറ ബ്ലഷാണ് എടുക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് മൂവ് മൂക്കലാറ്റയാണ്. ഇനി ഹൈലൈറ്ററിന് വേണ്ടി ഞാൻ എൻ്റെ മേബിലിൻ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ എടുക്കുവാണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് മോൾട്ടൺ ഗോൾഡ് ആണ്. ഇതൊരു ഗോൾഡൻ ഹൈലൈറ്റ് ആണ്. ഞാൻ ഗോൾഡൻ ഹൈലൈറ്റ് എടുക്കുന്നത് ഇന്ന് മെയിൻ റീസൺ ദി ഔട്ട്ഫിറ്റും കണ്ണിൻ്റെ മേക്കപ്പ് എല്ലാം കോംപ്ലിമെൻ്ററി ടു ദ ഗോൾഡ് കളറാണ്. അതുകൊണ്ടാണ് ഗോൾഡ് ഹൈലൈറ്റർ എടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മീഡിയം സ്കിൻ ടോൺസിന് ഗോൾഡൻ ഹൈലൈറ്റർ നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഐബ്രൗ സെറ്റ് ചെയ്യാൻ വേണ്ടി എസൻസ് മേക്ക് മീ ബ്രൗ ജെൽ ആണ് എടുക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് ബ്രൗണി ബ്രൗസ് ആണ്. ആൻഡ് ഇത് ഹെൽപ്പ് ചെയ്യും ബ്രൗസിന് പ്ലേസിൽ വെക്കാൻ വേണ്ടി. ഇഫ് നിങ്ങളുടെ ബ്രൗ ബുഷിയാ അല്ലെങ്കിൽ ഇച്ചിരി നീളമുള്ള ബ്രൗ ഹെയർസ് ആണെങ്കിൽ ബ്രൗ ജെൽ വെച്ച് അതിനെ പ്ലേസിൽ ഇരുത്താം. അതുകൊണ്ടാണ് ബ്രൗ ജെൽ യൂസ് ചെയ്യുന്നത്. ഞാൻ കണ്ണിൻ്റെ ലാഷ് ലൈൻ ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി ഞാൻ വെറ്റ് ആൻഡ് വൈൽഡ്സ് മെഗാ ലൈനർ ആണ് എടുക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് ബ്ലാക്ക് ആണ്. ലിപ്സ് ലൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ നെക്സ്റ്റ് ലിപ് ലൈനർ എടുക്കുവാണ്. ഇതിൻ്റെ ഷെയ്ഡ് ബ്രൗൺ ആണ്. ഔട്ട്ഫിറ്റിൻ്റെ ബോർഡർ റെഡിഷ് ബ്രൗൺ ആയതുകൊണ്ട് ലിപ്സ്റ്റിക്കിനും റെഡിഷ് ബ്രൗൺ ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ എൻ്റെ മേബിലിൻ ലിപ്സ്റ്റിക് എടുക്കുവാണ് ഇൻ ദ ഷെയ്ഡ് നൂഡ് നുവാൻസ്. മസ്കാരയ്ക്ക് വേണ്ടി ഞാൻ ബെനഫിറ്റ്സ് ബാഡ് ഗേൾ മസ്കാര എടുക്കുവാണ്. ഞാൻ എൻ്റെ ഫേസ് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി മിലാനി മേക്ക് ഇറ്റ് ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ എടുക്കുവാണ്. ആൻഡ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ലുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ഝുംക ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ജനറലി ഒരു സാരിയുടെ ലുക്ക് കംപ്ലീറ്റ് അല്ല പൊട്ടിടാതെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഐലൈനർ വെച്ച് തന്നെയാണ് പൊട്ടിടാൻ പോകുന്നത്. ജസ്റ്റ് ബിക്കോസ് എൻ്റെ കയ്യിൽ പൊട്ടില്ല. എൻ്റെ കയ്യിൽ ചന്ദനമൊന്നുമില്ല, പക്ഷേ ഓണത്തിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആകത്തില്ല ചന്ദനം തൊടാതെ. അതുകൊണ്ട് ഞാൻ ആ സെയിം പാലറ്റ് എടുക്കുവാണ്, ഐഷാഡോ പാലറ്റ്, അർബൻ ഡിക്കേസ് ബോൺ ടു റൺ പാലറ്റ്. അതിനകത്തെ ഷെയ്ഡ് വീക്കെൻഡറും ബ്ലേസും മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഇച്ചിരി സെറ്റിംഗ് സ്പ്രേ ഇട്ടിട്ട് അത് ഒരുമാതിരി ഒരു ലിക്വിഡ് ഫോമിലാക്കി ഞാൻ അതാണ് ചന്ദനമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി അതൊരു റീപ്ലേസ്മെൻ്റ് ആക്കി ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ ദാറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഗെറ്റ്. അഗൈൻ ഐ എം റിയലി സോറി എൻ്റെ മലയാളം കേട്ട് ആരെങ്കിലും ഒഫെൻഡ് ആയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഐ ലിറ്ററലി ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് ടു ജസ്റ്റ് സ്പീക്ക് ഔട്ട് ഇൻ മലയാളം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു. കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇയറിങ്സും ബാംഗിൾസും ജനറലി ഇടാറുണ്ട്. എൻ്റെ കയ്യിൽ വലിയ നെക്ലസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് ഇട്ടേനെ, പക്ഷേ എൻ്റെ കയ്യിലില്ല. ആക്ച്വലി എൻ്റെ കയ്യിലുണ്ട്. 1 minute. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് തംസ് അപ്പ് ദിസ് വീഡിയോ.
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിലേക്ക്. പ്ലീസ് ഡു സപ്പോർട്ട് മീ. ഞാൻ ജനറലി മലയാളം കോണ്ടന്റ് അല്ല ഇടുന്നത്, ഞാൻ ജനറലി ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. പിന്നെ ബെൽ ഐക്കണും ഞെക്കാൻ മറക്കല്ലേ, സോ ദാറ്റ് യു കെൻ ഗെറ്റ് നോട്ടിഫൈഡ്. പിന്നെ അപ്പോഴത്തേക്കിന് until next time, I'll see you guys in my next video. Bye.